ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ ശ്രദ്ധിക്കണേ. എന്നാലേ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അതിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി ഓളൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് അച്ചാർ ഉണ്ടാക്കണം എങ്ങനെ നോക്കിയാലോ. അപ്പം ഞാൻ എന്താ അവിടെ പപ്പായ വെച്ചിട്ടാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കി എടുക്കണത്. അപ്പം പപ്പായ നന്നായിട്ട് തൊലിയെ കളഞ്ഞ് കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ഒന്നും കൂടി വലിയതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അച്ചാറിന് ടേസ്റ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ആക്കിയിട്ട് എടുക്കുമ്പോഴാണ്. അപ്പം നമുക്ക് ആദ്യം അച്ചാറിനുള്ള പൊടികളൊന്ന് പൊടിച്ചിട്ടെടുക്കണം കേട്ടോ. അപ്പം ഞാൻ എന്താ അതിന് വേണ്ടിയിട്ട് ചട്ടി നടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചട്ടി നന്നായിട്ടും ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കണേ. ഇതൊരു ബ്രൗൺ നിറാണ് വരെ നന്നായിട്ട് വറുത്തിട്ടെടുക്കണം കേട്ടോ. പിന്നെ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് വറുത്തെടുക്കരുത് കേട്ടോ. കരിഞ്ഞു പോലെ ചാൻസ് ഉണ്ട്. ഇത് കരിഞ്ഞു പോയാൽ ഒരു കയ്പ്പ് രസം വരും കേട്ടോ. അപ്പം നമ്മൾ അച്ചാറിന്റെ ടേസ്റ്റിന്റെ മാറിപ്പോകും കേട്ടോ കരിഞ്ഞു പോയാൽ. അപ്പം കരിഞ്ഞു പോകാതെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അങ്ങനെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് നമ്മളെ ഉലുവയും കടുകൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഒന്ന് പൊടിച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. ചെറിയ തരിയോട് കൂടിയിട്ട് പൊടിച്ചെടുത്താൽ മതിയെ. അതുപോലെ ചെറിയ തരികൾ ഉണ്ടായിക്കോട്ടെ കേട്ടോ. അതുപോലെ ഈ രീതിക്കൊന്ന് പൊടിച്ചെടുത്താൽ. അപ്പൊ നമുക്ക് അച്ചാറുണ്ടാക്കി തുടങ്ങിയാലോ. അപ്പൊ ഞാൻ എന്താ അച്ചാറുണ്ടാക്കി തുടങ്ങണതിന് മുന്നേ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. വേറെ ഒന്നല്ല കേട്ടോ, കുറച്ച് നെക്ലേസിന്റെ കളക്ഷൻസ് ആണ്. അപ്പൊ എന്താ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള നെക്ലേസ് ആട്ടോ. നമുക്ക് പാർട്ടിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നെക്ലേസ് ആണ്. പല കളറിലുള്ള സ്റ്റോണിൽ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ സ്റ്റോൺ ഇല്ലാതെ വരുന്നുണ്ട് കേട്ടോ. അതുപോലുള്ള അങ്ങനത്തെ ടൈപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. പിന്നെ ഇതിനെക്കാളും ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണുമ്പം. പിന്നെ വിലയും കുറവാണ് കേട്ടോ. ഇതെന്താ കണ്ടില്ല, നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ചെറിയ വൈറ്റ് സ്റ്റോൺ വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇത് ഗ്യാരണ്ടിയോട് കൂടിയിട്ടുള്ളതും ഉണ്ട് കേട്ടോ. ഗ്യാരണ്ടി ഉള്ളതും ഉണ്ട്, ഗ്യാരണ്ടി ഇല്ലാത്തതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ, പിന്നെ സിമ്പിൾ ആയിട്ടുള്ള നെക്ലേസുകളുണ്ട്. നമുക്ക് ഡെയിലി യൂസ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള അങ്ങനത്തതും ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ റോസ് ഗോൾഡിന് ടൈപ്പിൽ വരുന്ന നെക്ലേസുകളും കൈച്ചേനുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരണ്ടേ. അപ്പൊ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ അടിയിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുക. നമ്പർക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും കേട്ടോ. അപ്പൊ നമുക്ക് അച്ചാറിലേക്ക് കടന്നാലോ. അപ്പൊ ഞാൻ എന്താ അച്ചാർ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചട്ടി നടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കടായി നടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കടായി നന്നായിട്ടും ചൂടാതിന് ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലെണ്ണയാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. അച്ചാറൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കാറുണ്ട് നല്ലത്. അപ്പൊ ഞാൻ ഒരു 50 ഗ്രാമോളം നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലെണ്ണ നന്നായിട്ടും ചൂടാതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു തുള്ളി ഇട്ട് കൊടുത്തിട്ടുള്ളൂ, ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് എടുക്കണ്ടേ. ഉലുവ കുറെ കൂടി പോവരുത് കേട്ടോ. കൂടിപ്പോയാൽ നമ്മൾ അച്ചാറിന് കയ്പ്പ് രസം വരും. അതുകൊണ്ടാണ്. നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്താ അതിലേക്ക് ഒരു ഉണ്ട വെളുത്തുള്ളി നന്നായിട്ട് തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുളകാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും 3 മുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പഴുത്തിട്ടുള്ള മുളകാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്, അച്ചാർക്ക് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അതിന്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി ഒന്ന് കളർ മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം കേട്ടോ. കുറെ കളർ മാറി പോകുന്നു വേണ്ട കേട്ടോ. ചെറുതായിട്ട് അതുപോലെ നായി കിട്ടിയാൽ മതിയേ. അപ്പൊ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും നായി കിട്ടിയാൽ മതി കേട്ടോ. നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ എന്താ 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേ. നമ്മൾക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്താ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 1 ടീസ്പൂണ് കായം പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ സാമ്പാർ കായ അല്ലേ, അത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അത് 1 ടീസ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ടീസ്പൂണും ടേബിൾ സ്പൂണും മാറി പോരുത് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ പൊടികളെ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി കിട്ടുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണ്ടേ. പിന്നെ തീ കുറച്ച് വെച്ചിട്ട് വേണ്ടോ അങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്താ അതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും നായി കിട്ടിയാൽ മതിട്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഉലുവയും കടുകും വറുത്ത് പൊടിച്ച് വെച്ചില്ലേ, അതും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണ്ടേ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ അപ്പൊ ഞാൻ എന്താ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ ഇട്ട് കൊടുക്കാം കേട്ടോ.
അപ്പൊ ഞാൻ എന്താ പപ്പായ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കട്ടെ നമ്മളെ മസാല. അപ്പൊ പപ്പായന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണേ. അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കട്ടോ. അപ്പൊ ഞാൻ എന്താ പപ്പായ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് സുർക്കാണ് കേട്ടോ, വിനാഗിരിയാണ്. അപ്പൊ ഞാൻ എന്താ 1/2 ഗ്ലാസ് വിനാഗിരി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടേ. നിങ്ങൾക്ക് വിനാഗിരിക്ക് പകരം വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളം അല്ലെങ്കിൽ കുറച്ച് നാരങ്ങ നീര് എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താലും മതിട്ടോ. ഒന്നുകൂടി ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം അല്ലെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താലും മതിട്ടോ. അപ്പൊ ഞാൻ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വിനാഗിരി ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഞാനിതാ വിനാഗിരി ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കി എടുക്കണത്. വിനാഗിരി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ എന്താ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉപ്പും മുളകൊക്കെ ചേർക്കുമ്പോൾ കുറേ കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കട്ടോ. പിന്നെ അച്ചാറിലാകുമ്പോൾ കുറച്ചൊരു എരിവും ഉപ്പ് കുറച്ച് കൂടുതൽ ഉണ്ടാവുന്നാലും കുറേ കൂടി പോരുത് കേട്ടോ. അപ്പൊ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പൊ ഞാൻ എന്താ ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് സമയം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണേ. നമ്മളെ പപ്പായ ചെറുതായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 2 മിനിറ്റ് ഒക്കെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. കുറേ കുക്കായി പോവരുതേ. അപ്പൊ ഞാൻ എന്താ 2 മിനിറ്റ് സമയം ഒന്ന് കുക്കായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, സുർക്കൊക്കെ പാകത്തിനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ഇത്ര ടൈറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സുർക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1 ടീസ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ എൻ്റെ അടുത്ത് ഡിലീറ്റ് ആയി പോയതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാൻ പറ്റാഞ്ഞത്. അപ്പൊ ഇതാ നമ്മളെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചോറിന്റെ കൂടെയും കഞ്ഞിന്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള അച്ചാറാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് നന്നായിട്ട് ചൂടാറിയതിനു ശേഷം ഇത് നമ്മൾ ഗ്ലാസിന്റെ ജാറിലൊക്കെ ഇട്ടിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ കാലം കേടുകൂടാതെ നിൽക്കും കേട്ടോ. പിന്നെ നമ്മൾ അച്ചാറൊക്കെ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ സ്പൂണും കയ്യിലൊക്കെ ഇടുമ്പോൾ നനവില്ലാതെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണേ. നമ്മൾ നനവോട് കൂടിയിട്ടുള്ള സ്പൂണും കയ്യിലൊക്കെ അച്ചാറിലേക്ക് ഇടുമ്പോഴാട്ടോ അച്ചാർ പെട്ടെന്ന് കേടായിട്ട് പോവുക. അപ്പൊ ഇത് നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറെ കാലം കേടുകൂടാതെ നിൽക്കും കേട്ടോ. 1 മാസമൊക്കെ ഇങ്ങനെ നിൽക്കുക, 1 മാസം അതിൽ കൂടുതലൊക്കെ നിൽക്കും കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പൊ എല്ലാവരും ഇനി പപ്പായ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടിട്ടോ. എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ഒന്ന് ചെയ്യണേ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അതുപോലെ തന്നെ നമ്മളെ നെക്ലേസ് ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വാങ്ങാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അടിയിൽ നമ്പർ കൊടുക്കട്ടോ. ആ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.